ഹൈറേഞ്ചിൽ ഇനിയും വിപ്ലവങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് ശ്രീ പി ശശിയെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം സഖാവ് ശശിയാശാൻ. ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അത്യധികം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഈ മലഞ്ചെരിവിൽ വിപ്ലവത്തിന്റെ തടാകങ്ങൾ ഇനിയും പൊട്ടി മുളയ്ക്കും. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണോ ഇടയ്ക്ക് കയറുന്നത്? തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചു കാലം മുമ്പ് ഒരുത്തനെ തല്ലിക്കൊന്ന് ഏലക്കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. വേറൊരുത്തനെ ഡാമിലെ ചെമ്പല്ലികൾക്കും വാളകൾക്കും തിന്നാൻ കൊടുത്തു. ഇന്നലെ ഒരുത്തനെ പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത് ആറ്റിലിറങ്ങി. പക്ഷെ അതൊന്നും നമ്മൾ ആരോടും പറയുകയില്ല. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാ. ഡൂഡേ, സത്യത്തിൽ ഡൂഡിന് എന്നാ പരിപാടി? ഐ ആം ഫ്രം അണ്ടർവേൾഡ് മിസ്റ്റർ ഡ്രാഗൺ. എനിക്കൊരു സ്റ്റൈലുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ആ നാട്ടിലെ ലോക്കൽ അധോലോകങ്ങൾക്കായി അവിടുത്തെ മുന്തിയ ഇനം ലോക്കൽ ഡ്രഗ് വെച്ച് ഞാനൊരു പാർട്ടി നടത്തണം. നല്ലതല്ലേ? ഡോളേഴ്സ് എനിക്കൊരു പ്രശ്നമല്ല. ഏതാണ് ഇവിടുത്തെ ലോക്കൽ ഡ്രഗ് മിസ്റ്റർ ഡ്രാഗൺ? ഗോൾഡ്, ഇടുക്കി ഗോൾഡ്. അങ്ങനെയും ചിലര് പറയും. ഒരു മാറ്റവും ഇല്ലല്ലോ. സാധനം ഗുമ്മല്ലേ? എവിടെ കിട്ടും ഈ ഗോൾഡ്? അത് ഞാൻ സംഘടിപ്പിച്ചു തരാം. ഗുഡ്. മലയോര വിപ്ലവ പാർട്ടി ഹൈറേഞ്ച് ജില്ലാ സെക്രട്ടറി ശ്രീ പി ശശിയുടെ തുറന്ന പറച്ചിലാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവ് പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ. ഈ ഹൈറേഞ്ചിലെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ്. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട്. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. പിന്നെ ആശാന്റെ മുഖം നന്നായി പതിഞ്ഞിട്ടുണ്ട്. ആർക്കും മനസ്സിലാകാതിരിക്കത്തില്ല. ഇന്നലെ ഒരുത്തനെ നാശം. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം കിടക്കണ ഈ ജില്ലയിൽ തന്നെ കറണ്ടിന്റെ അവസ്ഥ ഇതാണേല് ബാക്കി ജില്ലകളിൽ ആരും എന്തായിരിക്കും അല്ലേ ആശാനെ? ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. ഓ ഇല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറിയാ. ഹൈറേഞ്ച് മൊത്തത്തിൽ തണുത്ത് കിടക്കുക എന്ന് കഴിഞ്ഞ ആഴ്ച കൂടി ആള് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പം ചൂടാവുമല്ലോ. ലാൽ സലാം സഖാവേ. എടോ തിരുമണ്ട, അന്നെയൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കുന്നതേ കണ്ട ചാനലുകാരുടെ മുന്നിൽ വിഡിത്തം വിളമ്പി ആളാവാനല്ലടോ. തന്റെ വിവരമില്ലായ്മയ്ക്ക് ഞാനും കൂടി സമാധാനം പറയണോടോ. സഖാവേ, ഞാൻ ആ ഊള മലയോര കോൺഗ്രസ്സുകാരും ആ തൂപ്പ് പാർട്ടിക്കാരും ഒന്ന് ഞെട്ടിക്കോട്ടെ എന്ന് കരുതി. എന്നാ തന്റെ ഉദ്ദേശം നടന്നു. ഞെട്ടി അവരല്ല, ഞാൻ, നമ്മുടെ പാർട്ടി. ഇപ്രാവശ്യം അന്റെ വക്കാലത്ത് പിടിക്കാൻ പാർട്ടിയെ കിട്ടൂല. താൻ നേരെ വിട്ടോ പൂജപ്പുരയ്ക്ക്. എന്തു പറ്റി സഖാവേ? അയ്യോ ആശാനെ, ദേ പോലീസും പിന്നെ കുറെ പത്രക്കാരും. ഇനി എന്നെ ഈ ആശാനെ വരട്ടടാ. പോലീസോ വേണമെങ്കിൽ പട്ടാളം തന്നെ വരട്ടടാ. ആറ്റം ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി. ഇതിലെത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു? പി ശശി സ്വയം കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് സർക്കാർ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചു. പരമാവധി വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കും. ആശാൻ പോയാലാ? ഈസി. ഇവനെയും കൂടി വെട്ടി അങ്ങ് ചമ്പലിക്ക് കൊടുത്തേക്കിട്ട് ആശാനെ. പോലീസ് എനിക്ക് പുല്ലാടാ. പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ ഇനിയും ഓടും. ഷമീറെ, ഇത് പാമ്പുള്ള പറമ്പാണ്, പുറകെ ഓടണ്ട. സഖാവ് പി ശശി അറസ്റ്റ് ചെയ്യുന്ന വക്കോളം എത്തിയപ്പോഴേക്കും അപ്രതീക്ഷിതമായ അയാൾ ഓടിക്കളഞ്ഞു.
പക്ഷേ സാറിന് പഴയതുപോലെ അത്ര പുള്ളിങ്ങില്ല, അണച്ചുപോയി അല്ലേ സാറേ? സോമന്റെ കയ്യിൽ നല്ല മുന്തിയ സാധനം ഉണ്ടാവും. കിട്ടിയ ഡ്രാഗൺ പൈല് ഇല്ലേ, ഡെഡ് ബോഡി പൈല്. ദൈവമേ കിട്ടണേ, ഉണ്ട കയറാനുള്ള വീതി എന്റെ നെഞ്ചിനില്ലേ. എന്നാ ഒരു കോടയാ. അത് ഞാൻ ചവറത്തിക്ക് വേടാ. മഞ്ഞും പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു ശമര നായകൻ. ദാ സോമ, എന്നടാ വൈലി, ഇങ്ങോട്ട് വേടാ. അല്ല ഇതേത് ജീവി? ഇത് ജൂഡ്, പിന്നെ ഹോങ്കോങ്, ബാങ്കോക്ക്. ആ അവിടുന്ന് വന്ന സാധനം കൊടുക്കണം. പല പ്രശ്നവും. ഓ ഒരു പ്രശ്നമില്ല. ഒരു വള്ളിക്കിട്ടുമായിട്ട് എളുപ്പം നെഞ്ചത്തെ തോളം കാണിക്കുന്നത് കണ്ടേ. നല്ലതാണോ? ഈ ക്ലാസ് എന്നെ കൊല്ലിക്കരുത്. ഫസ്റ്റ് ക്ലാസ് കൊളംബിയൻ അൺകട്ട് ടേസ്റ്റ് ചെയ്യുന്ന അതേ ഫീൽ. അയ്യോ ഡ്രാഗൺ കൊള്ളാം. കൊള്ളാം. ഇത് മതി മതി. മിസ്റ്റർ സോ. നിനക്ക് ഇതേത് ഗാന്ധി? ഡോളർ. സാത്താൻ സേവ്യർ അറിയില്ലേ? അറിയില്ല. പിന്നെ അറിയാത്ത കാര്യം എങ്ങനെ അറിയുമെന്ന് പറയുന്നത്? ഇപ്പോഴോ? അത് പിന്നെ ശരിക്കും പേരെ ആന്റോണിയോ സേവിയെന്നോ എന്തോ എന്തോ പണ്ടാരവാ. നമ്മുടെ മൗണ്ട് ഒലിവ് സാഹിബില്ലേ, അങ്ങാരുടെ കൊച്ചുമോനാ. പക്ഷെ ആള് മേഡ് ഇൻ ഇന്ത്യ. സാത്താൻ സേവിയറിനാ നാട്ടുകാർ വിളിക്കുന്നത്. കൊടും ഭീകരനാ. തെങ്കല്ല് തൊട്ട് രത്നക്കല്ല് വരെ കച്ചവടം ചെയ്യും. എല്ലാം ഒറിജിനലാ. പക്ഷെ കയ്യിലിരിപ്പ് ഏതാണ്ട് ഇതുപോലെ തന്നെ. അയ്യോ ഞാനൊരു സാധനം തപ്പി ഈ ലോകം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അറിഞ്ഞിടത്തോളം സാധനം അവന്റെ കയ്യിലുണ്ട്. കാശ് എനിക്കൊരു പ്രശ്നമല്ല. മൈ ബോസ് ഹാസ് ഗോട്ട് മില്യൺസ്. പക്ഷെ സാധനം എനിക്ക് കിട്ടണം. എന്നാ സാധനം? അതിന്റെ പേര് അയ്യോ, അതിന്റെ പേരെന്തെന്നാ പറഞ്ഞ? നീലക്കൊടുവേലി. എവിടെയുണ്ട് സാത്താൻ സേവ്യർ? ഇതാണോ പന്നി ഗജരാജമുത്ത്? കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ ചെന്ന് ചോദിച്ചാ അറിയാ ഈ സാത്താനെ. അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത്. ഇറങ്ങി പൊക്കോണം ഈ സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന്. ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. നീ പാർട്ടി ഷർട്ട് മാറ്റി സിവിൽ ഡ്രസ്സിൽ ഇരുന്ന് വലിച്ചോണ്ടിരുന്നു. ഞാൻ കോടികളുടെ ഡീല് നടത്താൻ പോവാ. കൊടുവേലി ഡീല്. നാളെ മുതൽ ഞാനേ കഞ്ചാവ് സോമനല്ല, കോടി സോമൻ. കോടി. കൊടുവേലി കോടി. സോമേശ്വരൻ. സംഗതി കാരണന്മാർക്കുള്ളാണെങ്കിലും കാശ് നമ്മുടെ അല്ലേ? ഓ അതെ സാറേ, സാധനം അതൊന്നും എന്റെ കയ്യിലില്ല. നീ പോ സോമാ. എന്റെ പൊന്ന് സാറേ, ചതിക്കല്ലേ. ഞാൻ മറുനാട് മറുതയോടെ വാക്ക് പറഞ്ഞു പോയി. ഡോളറും വാങ്ങി. ഇനി വാക്ക് മാറ്റി പറഞ്ഞ അവരുടെ അണ്ടർവേൾഡ് വരെ കീറും. നീ ആ നിക്കണ പിള്ളേരെ കണ്ടോ? കൊച്ചിയിലെ സിനിമ പയ്യന്മാരാ. ടൺ കണക്കിന് ഐറ്റം വാങ്ങുന്നത്. സേവരട്ടാ, ഞങ്ങൾക്കുള്ള സാധനം എന്താ? ഡയറക്ടർ സാറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതും കൊറിയൻ ടിവിയുടെയും കിട്ടില്ല, സിനിമ വരില്ല. കേട്ടല്ലോ. എന്റെ 50 വർഷത്തേക്കുള്ള ഡീലുകളാ. സേവരേട്ടാ, ചേട്ടമ്മ ടൂടി പോലും ഇല്ലാതെ
പുൽത്താലും അമ്മനിയുടെ വീട്ടിൽ തോടുമ്പോ അണ്ടർവേർട്ട് പുറകെ പതുക്കെ പറടാ. ആ പിള്ളേര് കേട്ട് കഴിഞ്ഞാൽ അതും സിനിമയാക്കും. നാട്ടുകാർ മുഴുവൻ പറയുന്നതേ ചേട്ടന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം അപ്പനപ്പന്മാരെ കാലം നട്ട് കൈ വെച്ചേക്കുന്ന നീലക്കൊടുവിൽ കൊണ്ട് കൂടോത്ര ചെയ്തോണ്ടാണ്. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് വലിയ വിലയൊന്നുമില്ല. $1 തരരുതോ സാറേ? ഇവിടെ അല്ല, അവിടെ. ഓ താ സാറ്. ഈ ഹൈ റേഞ്ച് മുതൽ ഉഗാണ്ട വരെയുള്ള സകലതും ഈ സേവിയർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. അല്ലാതെ വല്യപ്പം മണ്ട് വെട്ടിയിലിട്ട് വെച്ചൊരു നീലക്കൊടിയിലും സഹായിച്ചിട്ടല്ല. നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ?